ഞാൻ ഇന്ന് റോണി കോൾമാന്റെ വർക്കൗട്ടും ഡയറ്റും ഫോളോ ചെയ്യാൻ പോണ ഒരു ദിവസത്തേക്ക്. റോണി കോൾമാൻ 6000 കലോറിയും 600 ഗ്രാം പ്രോട്ടീനാണ് ഒരു ദിവസം കഴിക്കുന്നത്. സോ അതുകൊണ്ട് ഈ ചലഞ്ച് ഒരിക്കലും എളുപ്പമാകാൻ പോകുന്നില്ല. ഒരു ദിവസം ഫുള്ള് ഞാൻ ചേട്ടന്റെ വർക്കൗട്ടും ഡയറ്റും ഒന്ന് ട്രൈ ചെയ്യാൻ പോവാ. നിന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല ചള്ളു ചെറുക്ക, വല്ല പണിക്കും പോക്കോടെ. അപ്പൊ നമ്മൾ ഫസ്റ്റ് മീൽ പ്രിപ്പയർ ചെയ്യാൻ പോവാ. ഫസ്റ്റ് മീലിന് 6 വെള്ളയുടെ മുട്ട, 6 ഫുൾ മുട്ട. അങ്ങനെ നമ്മൾ 12 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് അതിൽ 6 മുട്ടയുടെ മഞ്ഞക്കുരു മാറ്റി. എന്നിട്ട് അത് കുക്ക് ചെയ്യുന്ന സമയം കൊണ്ട് 130 ഗ്രാം ഓട്സും കുക്ക് ചെയ്തെടുത്തു. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് മീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12 മുട്ട, 130 ഗ്രാം ഓട്സ്, 2 ഏത്തപ്പഴം, 1 സ്പൂൺ പീനട്ട് ബട്ടർ. മുട്ട കഴിക്കാൻ സൂപ്പറാ, പക്ഷേ ഓട്സ് കഴിച്ചു തീർക്കാൻ പറ്റുമെന്ന് സംബന്ധിച്ചു കേട്ടോ. ഓട്സിന് വെള്ളം കുറവായതുകൊണ്ട് കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ എങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഞാൻ കഴിക്കുക. ഈ ഒരു ഫസ്റ്റ് മീല് തന്നെ 110 കലോറിയും 65 ഗ്രാം പ്രോട്ടീനും ഉണ്ട്. ആ ലാസ്റ്റ് 2 ഏത്തപ്പഴം കൂടെ കുത്തി കയറ്റിയപ്പോഴത്തേക്കും വയറ് നിറഞ്ഞ്. അപ്പൊ സുഹൃത്തുക്കളെ, അടുത്ത മീലിലേക്ക് സ്വാഗതം. ഞാനാണ് ഈ ഫസ്റ്റ് മീൽ കഴിച്ചിട്ട് അതിന്റെ മത്തടിച്ച് കിടന്ന് ഉറങ്ങിപ്പോ. വയറ് നിറഞ്ഞ് ഓട്സിലൂടെ കഴിച്ചങ്ങ് മത്തടിച്ചങ്ങ് ഉറങ്ങിപ്പോയി ഞാനങ്ങ്. എന്നിട്ട് ഞാൻ എപ്പോഴല്ല ഒരു അരമണിക്കൂർ മുന്നേ എഴുന്നേറ്റിട്ട് ഞാൻ പോയി നെക്സ്റ്റ് മീൽ മേടിച്ചോണ്ട് വന്നു. ചിക്കൻ പുള്ളിക്കാരൻ്റെ ഒരു മെയിൻ മീലാണ്. അപ്പം എനിക്ക് ചിക്കൻ ഉണ്ടാക്കാൻ മടിയാ. ഒരു ഹാഫ് അൽഫാം, 300 ഗ്രാം ചോറ്. 300 ഗ്രാം ഉണ്ടോ? ഒന്നും ആകല്ലേ, തീർന്നിട്ടില്ല. 7 മീലുണ്ട്, 7 മീൽ. ഇത് 2ാമത്തെ മീലാകെ ഉള്ളു. പുളി അൽഫാം ടേസ്റ്റുണ്ട്. പിന്നെ ചെസ്റ്റ് പീസ് ഉണ്ടോ? എൻ്റെ ചെസ്റ്റിന് എത്ര ഉണ്ട്? പാവല്ലേ, ഒരു എല്ല് കൊടുത്ത് വിട്ടേക്കാം. അങ്ങനെ സെക്കൻഡ് മീൽ കംപ്ലീറ്റ് ആക്കി. ഏകദേശം 60 ഗ്രാം പ്രോട്ടീനും 110 കലോറിയും നമ്മൾ കയറിയിട്ടുണ്ട്. കഴിഞ്ഞു. അടുത്ത മീല് മേടിക്കാൻ പോകാൻ നിൽക്കുമായിരുന്നു, പക്ഷെ ഭയങ്കര മഴ. ഇവ മഴ തോന്നട്ടോ അല്ലെങ്കിൽ കാറിലും എല്ലാം പോകണം. അങ്ങനെയാണെങ്കിൽ ഞാൻ കാറിൽ പോയി അടുത്ത സാധനം മേടിച്ചിട്ട് വരാം. ഓക്കെ ബൈ. ഓക്കെ, അപ്പൊ നമ്മൾ അടുത്ത് കഴിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ, അതേപോലെ അടുത്ത് കഴിക്കേണ്ടത് നല്ലൊരു കാർബ് സോഴ്സും ഉണ്ട്. പിന്നെ പ്രോട്ടീനും വേണം. 300 ഗ്രാം പ്രോട്ടീൻ. 300 ഗ്രാം ഉണ്ടോ? 250 ഗ്രാം പ്രോട്ടീൻ കാണുമത്. 250 ഗ്രാം കാണുമത്. ഇത് ചിക്കൻ കുനിച്ച് നിർത്തി പൊരിച്ചത് അല്ല, ചിക്കൻ പറയുന്നത് മറ്റേ ഷവായി. കാർബിന് നമ്മളൊരു ഏത്തപ്പഴം കയറ്റാം. കാര്യം വെച്ചാൽ ചോറെല്ലാം കൂടെ കഴിച്ചു കഴിഞ്ഞാൽ ജിമ്മിൽ പോയിട്ട് അവിടെ ഞാൻ വാള് വെച്ച് തരും. ചൂട് ഇത് പറയാൻ വിട്ടുപോയി. ചൂട് കട്ടൻ കാപ്പി എല്ലാം കൂടെ ചേർന്നിട്ട് നമ്മുടെ പ്രീ വർക്കൗട്ട് നിർമ്മിതമായിരിക്കുന്നത്. അങ്ങനെ പ്രീ വർക്കൗട്ടും കയറ്റിയിട്ട് നേരെ ഞാൻ ജിമ്മിലേക്ക് പോയി. റോണി കോൾമാന്റെ ചെസ്റ്റ് ആൻഡ് ട്രൈസെപ്സ് വർക്കൗട്ടാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. റോണി കോൾമാൻ ഹെവി വെയിറ്റാണ് പുഷ് ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് വാമപ്പ് ചെയ്തിട്ട് ആ ജിമ്മിലെ ഏറ്റവും ഹെവി വെയിറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. സപ്പോർട്ട് താഴ്ത്തപ്പൊടി പിന്നെ ഫുൾ സ്റ്റാക്ക് ഇട്ട് പെഗ് ഫ്ലൈസും ചെയ്ത് പിന്നെ 100 കിലോ ഡിക്ലൈൻഡ് ബാർബൽ പ്രസും ചെയ്ത് ജസ്റ്റ് അവസാനിപ്പിച്ചു. പിന്നെ അടുത്തതാണ് റോണി കോൾമാന്റെ ട്രൈസെപ്സ് വർക്കൗട്ട്. പുറത്ത് വെക്ക് ഞാൻ.
അറിയുന്നുണ്ടോ അപ്പൊ ഓടാ പട്ടി. അത് കഴിഞ്ഞ് ബാക്കി വർക്കൗട്ടും കഴിഞ്ഞ് വീട്ടിൽ പോകാമെന്ന് കരുതിയതാ. പക്ഷേ കാര്യമൊക്കെ പറഞ്ഞ് കുറച്ച് ലേറ്റ് ആയിപ്പോയി. ഇനി വീട്ടിൽ ചെന്നിട്ട് വേണം ബാക്കി മീൽസ് കഴിക്കാൻ. അപ്പം അടുത്ത് നമ്മളെ റോണി അമ്മച്ചി എവിടെ എടുക്കുന്നത്? ഫ്രിഡ്ജാണോ എടുക്കുന്നത്? ഇത് നടുക്ക് വരണം. അപ്പം അടുത്ത റോണി കോൾമാൻ്റെ മോൺസ്റ്റർ ഷേക്ക്. നമ്മൾ ജിമ്മിൽ വന്നപ്പോഴത്തേക്ക് ലേറ്റായിപ്പോയി, ഒരുപാട് ലേറ്റായിപ്പോയി. അപ്പോൾ നമുക്കിനി ഈ മീലും കൂടെ കഴിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. നമുക്ക് നോക്കാം. മോൺസ്റ്റർ ഷേക്ക് ഉണ്ടാക്കാൻ നേരം നമുക്കൊരു പണി കിട്ടി. നമ്മുടെ വേ പ്രോട്ടീൻ തീർന്നു പോയി. റോണി കോൾമാൻ 2 സ്കൂപ്പ് വേ പ്രോട്ടീനാണ് ഒരു മോൺസ്റ്റർ ഷേക്ക് ഇടുന്നത്. പിന്നെ ഉള്ളത് കൊണ്ട് ഓണം പോലെ കുറച്ച് പീനട്ട് ബട്ടറും കുറച്ച് പാലും 100 ഗ്രാം ഓട്സും ഒക്കെ ചേർത്ത് ഒരു മോൺസ്റ്റർ ഷേക്ക് തട്ടിക്കൂട്ടി തയ്യാറാക്കി. കൊള്ളാം. വേ പ്രോട്ടീൻ ഇല്ലെന്ന് കുഴപ്പം മാത്രമേ ഉള്ളൂ. അങ്ങനെ മോൺസ്റ്റർ ഷേക്ക് കുടിച്ച് കഴിഞ്ഞു. മോൺസ്റ്റർ ഷേക്ക് എന്ന് വിളിക്കാൻ പറ്റുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഒരു ഷേക്ക് കുടിച്ച് അത് മോൺസ്റ്റർ ആക്കാൻ പറ്റിയില്ല. അത്രയും വലിയ കലോറി ഡെൻസ് ഒന്നും ആക്കാൻ പറ്റിയില്ല. എന്നുവെച്ചാൽ ഒന്നാമത് വേ പ്രോട്ടീൻ തീർന്നു പോയി. പിന്നെ ഇനിയും നമുക്ക് 2 മീലൂടെ കിടപ്പുണ്ട് മോൺസ്റ്റർ ഷേക്ക് കഴിഞ്ഞിട്ട്. അപ്പം പാളി ചെറുതായിട്ടൊന്ന് കാര്യം എന്ന് വെച്ചാൽ സ്ട്രാറ്റജി ഇല്ലായിരുന്നു. നമ്മൾ ജിമ്മിൽ നിന്ന് ഒരു നേരത്തെ ഒരു 7 മണിക്കെങ്കിലും വന്നായിരുന്നെങ്കിൽ ഈ മീൽസ് എല്ലാം കഴിച്ച് തീർക്കാമായിരുന്നു. പക്ഷേ നമുക്കത് പറ്റിയില്ല. നമ്മൾ ജിമ്മിൽ അറിയാമല്ലോ, ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ സംസാരിച്ച് കാര്യം പറഞ്ഞ് സമയമൊക്കെ അങ്ങ് പോകും, വെറുതെ പോകും. അപ്പം കുറച്ചും കൂടെ ടൈം എടുത്തായിരുന്നെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ മീൽ കഴിക്കാമായിരുന്നു. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഇപ്പം തന്നെ 10-11 മണിയായി. മോൺസ്റ്റർ ഷേക്ക് കുടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് അപ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത് ഇനി അടുത്ത മീലിനുള്ള ചിക്കൻ മേടിക്കണമെന്ന്. ചിക്കൻ കട അടച്ചു പോയി. എന്നാൽ പിന്നെ അൽഫാം മേടിക്കാമെന്ന് വെച്ചപ്പോഴത്തേക്ക് അൽഫാം കട അടച്ചു പോയി. ഇനിയിപ്പോൾ മന്തിക്കട മാത്രമേ ഉള്ളൂ. അവിടെ മന്തിയായിട്ടേ തരത്തുള്ളൂ. സോറി ഗൈസ്, നമ്മൾ ചലഞ്ച് ചെറുതായിട്ടൊന്ന് പാളി. പക്ഷെ നമ്മൾ ഇത്രയും നേരം കറക്റ്റായിട്ടൊക്കെ മുന്നോട്ടൊക്കെ പോയിരുന്നു. അപ്പം കൈയടിക്കണം. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് പിന്നെയും വരാം. ഓക്കെ ബൈ. അപ്പം നമ്മൾ ഈ ചലഞ്ച് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഓക്കെ ബൈ, താങ്ക് യു. നിങ്ങളുടെ കമൻറ്റ്സ് എന്താണെന്ന് വെച്ചാൽ പറയുക. പിന്നെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാലേ ഇതിലും ഹാർഡായിട്ടുള്ള കാര്യങ്ങളും ചലഞ്ചുകളും ഒക്കെ എനിക്ക് ചെയ്യാനുള്ളൊരു മോട്ടിവേഷൻ കിട്ടത്തുള്ളൂ. മോട്ടിവേഷൻ നിങ്ങൾ ലൈക്ക് ചെയ്തില്ലെങ്കിൽ ആ ഒരു മോട്ടിവേഷൻ എനിക്ക് കിട്ടത്തില്ല. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇടാത്തത്. നിങ്ങൾ ആരും ലൈക്ക് ചെയ്യുന്നില്ല. വൈ? ഓക്കെ ബൈ.